ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. എനിക്കിനെ പേടിയൊന്ന് മാറി കിട്ടിയാൽ മതി ഡോക്ടറെ. എന്തിനാ തങ്കപ്പാടിയെ? അയ്യോ എന്റെ പൊന്ന് സിന്ധിക്ക് ഡോക്ടറെ, ഈ പേടിത്തൊണ്ടനെ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കാനാണ് ഡോക്ടറെ? എന്താണ് പേടി? എത്രയുണ്ട്? ഇത്രയേ ഉണ്ടോ? ഇത്രയേ ഉള്ളോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ മനസ്സിന് തോന്നുന്ന വെറുമൊരു വികാരമാണ് പേടി. ഒരു പട്ടി അടിക്കാൻ വന്നപ്പോൾ ഓടാൻ അറിയാത്ത മല്ലന്റെയും മാധേവിന്റെയും കഥ കേട്ടിട്ടില്ലേ? എന്തെങ്കിലും കടിക്കാനോ കുത്താനോ വന്ന ചാടി മരത്തി കയറണം. പട്ടി എവിടെ? പട്ടി എവിടെ? ആ ബെസ്റ്റ്. എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ആ മരത്തിനകത്ത് ഫുൾ ഉറുമ്പാണ്. അയ്യോ, എന്തേലും പറ്റിയോ? ഇല്ല. ഉറുമ്പ് കടിക്കുന്നതിന് മുമ്പേ ഞാൻ കൈവിട്ടു. ഇവന്റെ പേടി ഞാൻ മാറ്റും. എന്റെ മുമ്പിൽ വരുന്നവരെ ഞാൻ നന്നാവാൻ വിട്ടിട്ടില്ല, നന്നാവാതെ വിട്ടിട്ടില്ല. ഡോക്ടറെ, നമ്മളെന്താ ഇവിടെ? ഡോക്ടർ സിന്ദഗി. സിന്ദഗി നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഫണ്ടിലൂടെ പഠിക്കണം. കണ്ട ഇത് പോണത് കണ്ട? അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും. പോയും വന്നും ഇരിക്കും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ നേരെ പോവാൻ വല്ല വഴിയുണ്ട് ഡോക്ടറെ? തട്ടിപ്പോകുമ്പോ കണ്ട ഇതിന്ന് എന്ത് മനസ്സിലായി? മുമ്പിലോട്ട് എടുത്താലും ഇടിക്കും, ബാക്കിലേക്ക് എടുത്താലും ഇടിക്കും. വെറുതെ ഇരുന്ന ആരെങ്കിലും വന്നിടിക്കും. വരാനുള്ളത് വഴി തങ്ങൂല. നമ്മൾ വെറുതെ ഇരുന്നാ മതി. നമ്മുടെ ജീവിതം ഇതുപോലെയാ. അവർ ലൈഫ് ഇസ് എ റൈഡ്. കെയർ. ഡോക്ടറെ, ലൈഫ് ഈസ് റൈഡ് ബാക്കി പറഞ്ഞില്ല. കള്ളപ്പന്നി. ലൈഫ് ഇസ് എ റൈഡ്. ചിലര് വാള് വെക്കും, ചിലര് വാള് വെക്കൂല. ലേൺ ടു എൻജോയ് ദ റൈഡ്. വെള്ളം. ഡോക്ടറെ, കാശ് മുടക്കി ഇവിടെ കൊണ്ടുവന്നല്ലോ. നിന്റെ കാശ് ഞാൻ ഫീസിന്ന് പിടിക്കും. ഫീസിന് ഓഫർ ഉണ്ട് ഡോക്ടർ? ഫീസിന് ഓഫറോ? ഇവിടെ ഓഫർ ഉണ്ട്. ഹോൾ ടിക്കറ്റ് ആയിട്ട് വരുന്ന പിള്ളേർക്ക് 40%, കൂടെ വരുന്നവർക്ക് 15%. ID കാർഡ് ആയിട്ട് വരുന്ന ടീച്ചേഴ്സിന് 50%, കൂടെ വരുന്നവർക്ക് 15%. ഓൺലൈൻ ബുക്കിങ്ങിന് 10%. നിനക്കൊന്നുമില്ല, നിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാൻ. നമ്മളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിന്നെയൊക്കെ നോക്കി എന്റെ തലേന്ന് പുക വരാറായി. തല തണക്കട്ടെ. ഇത് വേണോ ഡോക്ടറെ? ഞാനേ സെൽവസ്റൂമിൽ പോയിട്ട് ഫണ്ടിലൂടെ ജീവിതം പഠിച്ചിട്ട് വന്നിട്ടുള്ളൂ. പോടാ. ജീവിതം പഠിപ്പിച്ചു, വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ മറന്നുപോയി.